ന്യൂസ്. വീണ്ടും കേരള വാർത്തകളിലേക്ക് പോകാം. ഇടുക്കിയിൽ ആദിവാസി യുവാവ് സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസിൽ ചാർജ് ഷീറ്റ് കോടതിയിൽ നൽകാൻ സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന ആരോപണം. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ അനിശ്ചിതകാല നിരാഹാരമിരിക്കാൻ ഒരുങ്ങുകയാണ് സരുൺ സജി. കാട്ടിറച്ചി കൈവശം വെച്ചു എന്ന പേരിൽ ഇടുക്കി കണ്ണമ്പടി ആദിവാസി കോളനിയിലെ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതിൽ കീഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ ഒന്നാം പ്രതിയായും DFO ഉൾപ്പെടെ 12 പേരായിരുന്നു പ്രതികൾ. കേസിൽ മുൻകൂർ ജാമ്യം തേടി DFO ഹൈക്കോടതി വരെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല. പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ച് ജാമ്യം അനുവദിച്ചു. സർക്കാർ അന്വേഷണം പൂർത്തിയാക്കിയെന്ന് കോടതിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു DFOയ്ക്ക് ജാമ്യം നൽകിയത്. എന്നാൽ അന്വേഷണം പൂർത്തിയായിട്ടും കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സർക്കാർ അനുമതി നൽകിയിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം. താൻ ആദിവാസിയായതിനാൽ മനഃപൂർവ്വം നീതി നിഷേധിക്കുന്നുവെന്ന് സരുൺ സജി പറഞ്ഞു. താമസിക്കുന്നവരും അവർ രക്ഷപ്പെടാനുള്ള കഴിവ് അവർ തന്നെ റെഡിയാക്കിയിരിക്കുന്നത്. യാതൊരു നീതി ഇതുവരെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിച്ചു. നേരിട്ട് ഹൈക്കോടതി പിന്നെ ഞാൻ നേരിട്ട് കേസ് എടുക്കുകയാണ്. ഞങ്ങളുടെ ടീം വന്നിട്ടുണ്ട്, വക്കീല് അതിനെല്ലാം വന്നിട്ടുണ്ട്. പിൻവലിക്കുന്ന കാരണം എന്ന് പറയുമ്പോൾ തന്നെ അവർ മനഃപൂർവ്വം കേസ് ഞങ്ങളെ വഹിക്കുകയാണ്. ഓരോ മാസം വീട്ടിലേക്ക് പോകാൻ സ്ഥലത്ത് വെക്കുകയാണ്. മാസം ഞങ്ങളിവിടെ വന്ന് കയറി ഇറങ്ങുന്നത് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കീഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുവാനാണ് സരുൺ സജിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇത് അവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ് കേസ് ജാമ്യമായിരിക്കുന്നത്. അത് മനഃപൂർവ്വം വെച്ച് താമസിക്കുന്നതാണ്. അപ്പം തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഞാൻ എൻ്റെ കുടുംബം വീണ്ടും ഒരു നിരാഹാര സമരം ആരംഭിക്കാനാണ് തീരുമാനം. ഇതോടൊപ്പം സരുൺ സജി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ നൽകിയ പരാതി പിൻവലിച്ചു. 2022 സെപ്റ്റംബർ 20-നാണ് സരുൺ സജിയെ കാട്ടിറച്ചി കൈവശം വെച്ചു എന്ന പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത്. 10 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം പുറത്തിറങ്ങിയാണ് സരുൺ സജി നിയമപോരാട്ടം ആരംഭിച്ചത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായ പഴവിള രമേശന്റെ ഓർമ്മകൾക്ക് 5 ആണ്ട്. നിലപാടുകൾ കൊണ്ട് കവിതാലോകത്ത് എന്നും വേറിട്ട ശബ്ദമായി മാറിയ എഴുത്തുകാരൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരുപിടി ഗാനങ്ങളിലൂടെ ഇന്നും ജീവിക്കുന്നു.